ഓക്കെ. അങ്ങനെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സോ എന്റെ പ്രഡിക്ഷൻ അപ്പാടി തെറ്റിയിരിക്കുകയാണ്. സോ ഇന്ത്യ വോൺ ദ മാച്ച് ഇൻ ടു ദ സെമി ഫൈനൽ. 10 വർഷം മുമ്പ് 2016 ഇന്ത്യൻ സെമി ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റാണ് പുറത്തായത്. പക്ഷേ ആ ഒരു പരാജയത്തിന് പകരം വീട്ടിയെന്ന് വേണം പറയാൻ. സോ ഇന്ത്യ വോൺ. സോ എന്തായാലും സഞ്ജു സാംസൺ വാട്ട് എ ബ്രില്യൻറ്റ് ഇന്നിങ്സ്. 97 റൺസ് അടിച്ചു കൂട്ടിയിരിക്കുകയാണ് കേട്ടോ സഞ്ജു. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് സഞ്ജു ഇന്ന് കളിച്ചത്. അത്രയും മെച്യൂർഡ് ആയിട്ടാണ് സഞ്ജു കളിച്ചത്. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു. എന്താ പറയുക, 4 സിക്സസ് എല്ലാം അടിച്ചു കൂട്ടി. എന്താ പറയുക, ഇൻ ബിറ്റ്വീൻ വിക്കറ്റ്സ് ഒക്കെ വീണെങ്കിലും സഞ്ജുവിൻ്റെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബാറ്റിംഗ് കാരണം ഇന്ത്യ വിജയത്തിലോട്ട് നയിച്ചിരിക്കുകയാണ്. സോ അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് സഞ്ജു സാംസൺ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമിൻ്റെ അകത്തുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ സഞ്ജുവിന് ഒരുപാട് എന്താ പറയുക കളിയാക്കുന്ന രീതിയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് സൂര്യകുമാർ യാദവിനൊക്കെ ഉള്ള ഒരു റിപ്ലൈ ആണെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ആ ഒരു ഗെയിം വിജയിച്ചെടുത്തിരിക്കുകയാണ്. സോ പ്രൗഡ് ഓഫ് യു മാൻ. സോ വണ്ടർഫുൾ വണ്ടർഫുൾ ടു സീ ദാറ്റ് ഇന്ത്യ ഈസ് ഇൻ ദ സെമി ഫൈനൽ. സോ ഇന്ത്യ എന്തായാലും വെസ്റ്റ് വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. സോ എന്തായാലും ഇനി ഇന്ത്യയുടെ സെമി ഫൈനൽ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെതിരെയാണ്. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഫേവറേറ്റ്സ് ഓഫ് വേൾഡ് കപ്പ് ആണ്, ദിസ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. സോ എന്തായാലും ആ ഒരു മാച്ചിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.